പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂന്തൽ വെച്ചിട്ടുള്ള ഒരു റോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൂന്തൽ വെച്ചിട്ട് റോസ്റ്റോ ഫ്രൈയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിലോട്ട് മസാല പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ട് മസാല തേച്ചാലും അതിൽ മസാല പിടിക്കില്ല. പിന്നെ കഴിക്കുന്ന സമയത്തും അതിൽ ഒരു മസാല പിടിക്കാത്ത പോലെയുള്ള ഒരു ടേസ്റ്റും ആയിരിക്കും. ആ മസാല പിടിക്കാത്ത പ്രശ്നം വരാതിരിക്കാനും അതുപോലെ തന്നെ കൂന്തൽ റോസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കാനും ഈ ഒരു രീതിക്ക് ഇനി തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഈ ഒരു കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ കൂന്തളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു വലിപ്പമുള്ള പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കൂന്തലിൻ്റെ തലയും എടുത്തിട്ടുണ്ട് കേട്ടോ. തലയുടെ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല പോലെ ക്ലീൻ ചെയ്ത് ഡ്രെയിൻ ചെയ്യാൻ വെച്ചതായിരുന്നു. ഒരു 10 മിനിറ്റ് ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് കൂടുതലായിട്ട് വേണ്ട. ഈ കൂന്തലിലോട്ടുള്ള ഒരു അത്യാവശ്യത്തിനുള്ള ഒരു 1/2 ടീസ്പൂണോളം ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ഇനി ഇത് റോസ്റ്റും ചെയ്യുമ്പോൾ മസാല ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിലോട്ടുള്ള ഉപ്പ് അപ്പം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലോട്ട് ഒരു അത്യാവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോഴും ഇതുപോലെ മസാല പിടിക്കാത്തതുപോലെ തന്നെ ആയിരിക്കും. എങ്കിലും ഇതുപോലെ ഒന്ന് നല്ല പോലെ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. കാരണം നമുക്ക് ഇതിലോട്ട് ശരിക്കും ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1/2 മണിക്കൂറിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാകുന്ന സമയത്ത് നമ്മൾ മസാല തേച്ച് വെച്ച കൂന്തൽ ഇതിലോട്ട് നന്നായിട്ട് നിരത്തി കൊടുക്കാം. മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. കാരണം നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് നിറച്ചുള്ളത് പോലെ തോന്നും. അപ്പോൾ 2 ടൈമായിട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട. മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ വേറൊരു അടുപ്പിൽ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതിലോട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കൂന്തൽ റോസ്റ്റിലോട്ടുള്ള മസാലയാണ് ഇവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് കൂന്തൽ അവിടെ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ മസാലയും കൂടി റെഡിയാക്കാം. അപ്പോൾ രണ്ടും കൂടി പിന്നെ മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ ഇവിടെ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് ചൂടാകുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ ഫ്രീസറിൽ വെച്ചത് കൊണ്ട് തന്നെ ഐസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ നല്ല ചൂടുള്ള ഇതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽട്ടായി കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ട് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരണം. സവാള പെട്ടെന്ന് വഴന്ന് വരാനായി നമുക്ക് ഇതിലോട്ട് ലേശം ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് വന്നോളും. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കാരണം സവാള നന്നായിട്ട് വഴന്ന് വരണം, എങ്കിൽ നമ്മൾ കൂന്തൽ റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആ സമയം കൊണ്ട് നമ്മളെ കൂന്തലിൻ്റെ അടപ്പ് ഞാൻ തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് മൂടി തുറന്നിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അത് വെള്ളം അവിടെ വറ്റട്ടെ. അപ്പോഴേക്കും ഇവിടെ സവാള നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യാം. ആദ്യം ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇത്രയും മസാലപ്പൊടികൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ മിക്സ് ചെയ്യുക. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഉപ്പ് കുറവ് ആയി തോന്നുമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത്. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം 2 തക്കാളി നല്ല പോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. തക്കാളി അരച്ച് തന്നെ ചേർക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നല്ല ആ ഒരു മസാല ഈ ഒരു കൂന്തലിൻ്റെ മുകളിൽ നല്ല കോട്ടായിട്ട് നിൽക്കുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നല്ല മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം. അപ്പോൾ അതിൻ്റെ തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഈ സമയത്ത് നമ്മുടെ കൂന്തലിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല പോലെ മസാലയൊക്കെ കൂന്തലിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇത് പൊട്ടാൻ തുടങ്ങും കേട്ടോ. നമ്മൾ ഒരു അടച്ചു വെക്കാതെ ഇതിങ്ങനെ ഇളക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ
പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ മസാലയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇത് കുറച്ച് സമയം അടച്ച് വെച്ചത് കൊണ്ടാണ് ഇതിലോട്ട് വെള്ളം ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇളക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് രണ്ടും ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ കൂന്തൽ അടപ്പ് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മേലോട്ട് പൊട്ടും, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ ഒരു ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. കൂന്തൽ ഈ ഒരു പാനിലിട്ടിട്ട് തന്നെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണ് ശരിക്കും മസാല അതിലോട്ട് നല്ലോണം പിടിക്കുകയുള്ളൂ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, അടച്ചു വെക്കുക, പിന്നെയും അത് തുറക്കുക, ഇളക്കി കൊടുക്കുക. അങ്ങനെ ആ ഒരു രീതിക്ക് വേണം. അപ്പോഴേക്കും ഇത് കണ്ടോ, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ നമ്മളെ മസാലയൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂന്തളും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി മിക്സാക്കി കൊടുക്കാം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റും കറക്റ്റ് ഇതും കിട്ടുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കൂന്തൽ റോസ്റ്റാണ് കേട്ടോ. ഇനി കൂന്തൽ കിട്ടുമ്പോൾ ഇന്ന സമയത്ത് ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറിന് വേറെ ഒന്നും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ്. കൂന്തൽ വാങ്ങുന്ന സമയത്ത് ഞാൻ പല രീതിയിലും ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു രീതിക്ക് ചെയ്താലാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. കാരണം ഇങ്ങനെയൊന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ അത് പൊറോട്ടയിലോട്ട് നല്ല കോമ്പിനേഷനാണ്, ചപ്പാത്തിയിലോട്ടൊക്കെ നല്ല കോമ്പിനേഷനാണ്, അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും നല്ല കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു സമയത്ത്. മല്ലിയിലയും നല്ല ഫ്രഷ് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാൻ നല്ല പറ്റിയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ഡിന്നർ പാർട്ടിയൊക്കെ ആണെങ്കിൽ ഇത് ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കോമ്പിനേഷൻ ആയതുകൊണ്ട് പാർട്ടിക്ക് നിങ്ങൾ ഫിഷ് ഐറ്റംസ് ഏതെങ്കിലും ചെയ്യുകയാണെങ്കിൽ കൂന്തളോ ചെമ്മീനൊക്കെ ഈ ഒരു രീതിക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കൂന്തൾ മാത്രമല്ല ചെമ്മീനും ഈ ഒരു ടൈപ്പിൽ ചെയ്യാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. രണ്ടും ഞാൻ ഈ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.